അതിൽ കാണേണ്ടത് പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിന്റെ ഘട്ടത്തിലാണ് ഞാൻ എന്റെ നിലപാട് പറയേണ്ടത്. പൂരം നടത്തിപ്പിൽ ADGP MR അജിത് കുമാറിന് വീഴ്ചയെന്ന് DGP റിപ്പോർട്ട് നൽകിയിട്ടും നിലപാട് മാറ്റാതെ മുഖ്യമന്ത്രി. വിശദമായി പരിശോധിക്കാൻ DGPയെ ചുമതലപ്പെടുത്തി. റിപ്പോർട്ട് വരാതെ ADGPക്കെതിരെ നടപടിയെടുക്കാനാവില്ലെന്ന് ആവർത്തനം. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പൂരം കലക്കിയതിൽ ത്രിതല അന്വേഷണം. പൂരം അലങ്കോലമായതിനെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. ഉദ്യോഗസ്ഥ വീഴ്ച ഇന്റലിജൻസ് പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള അട്ടിമറിയാണെന്ന് മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു PR ഏജൻസിയും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു PR ഏജൻസിയും ഞങ്ങളുടെ ചുമതലയിലില്ല. ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്തത് എത്രയാണ്. ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല. ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാറിന്റെ മകനാണ്. അയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചിട്ടുള്ളത് ശരിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ നടന്നത്. വിവാദ അഭിമുഖത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് വിശദീകരണം. TK ദേവകുമാർ MLAയുടെ മകനാണ് അഭിമുഖത്തിനായി സമീപിച്ചതെന്ന് വെളിപ്പെടുത്തൽ. അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ സർക്കാർ ധനസഹായം. അർജുന്റെ കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെ മനാഫിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൽ കുതിച്ചുകയറ്റം. വയനാട് പുനരധിവാസത്തിന് 2 ടൗൺഷിപ്പുകൾക്ക് സ്ഥലം കണ്ടെത്തി. മേപ്പാടിയിലും കൽപ്പറ്റയിലും ടൗൺഷിപ്പ് ഉയരും. ശ്രുതിക്ക് സർക്കാർ ജോലി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധനസഹായം. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രയേലിന്റെ തിരിച്ചടി തുടരുന്നു. ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണം. സിറിയയിൽ ഹസൻ നസ്രള്ളയുടെ മരുമകനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ശേഷിയുടെ പ്രശ്നം. അപ്പൊ അദ്ദേഹത്തിനൊക്കെ സംബന്ധിച്ച് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തീരുമാനത്തിലുണ്ടാവും. മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന KT ജലീലിനെ പരിഹസിച്ച് PV അൻവർ. ജലീൽ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നതെന്ന് അൻവർ. ഇങ്ങോട്ട് മാന്യതയെങ്കിൽ തിരിച്ചും മാന്യതയെന്ന് ജലീൽ. സ്വന്തം കാലിലാണ് നിൽക്കുന്നതെന്ന് മറുപടി. ഡൽഹിയിൽ ആശുപത്രിയിൽ ഡോക്ടറെ വെടിവെച്ചു കൊന്നു. ഗാസിയാബാദിലെ ക്ലിനിക്കിൽ വെടിയുതിർത്തത് ചികിത്സയ്ക്കെത്തിയവർ. പ്രതികൾ രക്ഷപ്പെട്ടു. കൊട്ടേഷൻ സംഘമെന്ന് പോലീസ്. തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഭാഗികമായി അംഗീകരിച്ചിരിക്കുകയാണ് മന്ത്രിസഭ. ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ ഉണ്ടെന്നും എന്നാൽ കുറേയേറെ കാര്യങ്ങൾ ഇല്ല എന്നുമാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ റിപ്പോർട്ടിൽ ഇനി തുടരന്വേഷണം നടത്തുവാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. തുടരന്വേഷണത്തിൽ ത്രിതല അന്വേഷണമായിരിക്കും വരിക. അതുമാത്രമല്ല, ADGPയുടെ റിപ്പോർട്ടിനൊപ്പം DGP ഒരു നോട്ട് കൂടി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. ഇതിൽ പൂരം നടത്തിപ്പിൽ ADGPക്ക് വീഴ്ച പറ്റി എന്നുള്ള പരാമർശവും DGP നടത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ADGPയെ മാറ്റുവാനുള്ള തീരുമാനം എടുത്തിട്ടില്ല. ക്രമസമാധാന പാലന ചുമതലയിൽ ADGP MR അജിത് കുമാർ തുടരും. പൂരം നടത്തിപ്പിലെ വീഴ്ച അന്വേഷിക്കാൻ DGPയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അത് ADGPയുടെ വീഴ്ച അന്വേഷിക്കാനാണ് DGPയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനു പുറമെ ക്രൈംബ്രാഞ്ചിനെയും ഇന്റലിജൻസിനെയും അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്റലിജൻസിന്റെ അന്വേഷണം നടക്കും. പൂരം അലങ്കോലമായതിനെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ADGPക്കെതിരെ DGPയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പൂരം അലങ്കോലപ്പെടുത്തിയതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ADGPക്കെന്ന്. സ്ഥലത്തുണ്ടായിരുന്നിട്ടും അവിടെ കൃത്യമായി ഇടപെടൽ നടത്തിയില്ല എന്നതായിരുന്നു വീഴ്ചയായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് അനുസരിച്ച് ADGPക്കെതിരെ നടപടിയെടുക്കുവാനുള്ള തീരുമാനം ഇല്ല. കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയാണ് DGPയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു.
നിലപാടിൽ മാറ്റമില്ല, ഒരു നിലപാട് നേരത്തെ തന്നെ എടുത്തതാണ്. റിപ്പോർട്ട് വരാതെ, കൃത്യമായ റിപ്പോർട്ട് ഇല്ലാതെ നടപടി ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇന്ന് പൂരം നടത്തിപ്പിലെ വീഴ്ചയെക്കുറിച്ച് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെയാണ്, അത് കേൾക്കാം. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം, അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP H. വെങ്കടേഷ് IPSന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക. പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം IPSനെ ചുമതലപ്പെടുത്തുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ചില പ്രത്യേക രീതിയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാവുകയും പൂരാഘോഷങ്ങൾക്ക് അലങ്കോലമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവുകയുമാണ് ഉണ്ടായത്. അത് ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള കർശന നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ADGPയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി ആ റിപ്പോർട്ട് DGP ഗവൺമെന്റ് നൽകുകയാണ്. ആ റിപ്പോർട്ട് നൽകുമ്പോൾ DGP ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്താതിരുന്ന കാര്യം. അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല. അപ്പോൾ പരിശോധന നടക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നത്. DGPയെ തന്നെ. ADGPയാണ് ഈ പറയുന്ന ചുമതല നിർവഹിച്ച ആൾ എന്നുള്ളത് കൊണ്ട് ആ ചുമതലയിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലൂടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് ഈ ദിവസങ്ങളിലേക്ക് ലഭിക്കേണ്ടതാണ്. ഏകദേശം 1 മാസത്തെ സമയമാണ് അതിന് അനുവദിച്ചിരുന്നത്. അതെ, നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇന്നൊക്കെയാണ്. അപ്പോൾ അത് കയ്യിൽ കിട്ടുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതിന് റിപ്പോർട്ടും വരികയും ചെയ്യട്ടെ. നിഷ്പക്ഷമായി നടക്കുമെന്നുള്ളതിനുള്ള ഉറപ്പാണല്ലോ ഇതൊക്കെ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ആശങ്കയുണ്ടാവും. അദ്ദേഹത്തിന്റെ മേലെയുള്ള DGP ആണല്ലോ അന്വേഷിക്കുക. അപ്പോൾ DGP തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുകയാണല്ലോ വേണ്ടത്. അപ്പോൾ DGP ഇപ്പോൾ ഒരു പരിശോധന കൂടാതെയാണ് റിപ്പോർട്ട് നൽകിയത്. അത് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കുമെന്നാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാറിയും പറയുന്നുണ്ട് ഈ ശനിയാഴ്ചയൊക്കെ അവരെ അവധി കൊടുത്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ അവധി കൊടുത്തതെന്നറിയില്ല. ഏതായാലും അത് ഞാൻ അവധി കൊടുത്തില്ല. ഞാൻ കൊടുത്ത അവധി 30 ദിവസമാണ്. അപ്പോൾ ആ റിപ്പോർട്ട് കൃത്യമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്ന മുറക്ക് അതിന്റെ ഭാഗത്ത് തീരുമാനം ഉണ്ടാവും. ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് വരട്ടെ. ഇത് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കട്ടെ. പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്.
അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തീരുമാനമെടുക്കേണ്ടത് അന്നേരം ആലോചിക്കാമെന്നാണ്. ഒരു ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ അതിലൂടെ വ്യക്തമാകുന്നത്. അത് ആരോപണം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അതിൻ്റെതായ നിയതമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട്. ആ സമ്പ്രദായം പ്രകാരം അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് റിപ്പോർട്ടുകൾ വന്നാൽ ഫലപ്രദമായി നടപടികളിലേക്ക് കടക്കും. മുഖ്യമന്ത്രി അവസാനം പറഞ്ഞ കാര്യം 30 ദിവസത്തെ സമയം പോലീസിംഗിലെ വീഴ്ചകളെ കുറിച്ച് പഠിക്കുവാനായിട്ട് നൽകിയിട്ടുള്ളതാണ്. ഈ റിപ്പോർട്ട് കിട്ടട്ടെ, എന്നിട്ട് ADGPക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നാണ്. അതേസമയത്ത് തന്നെ പൂരം നടത്തിപ്പിലെ വീഴ്ച അന്വേഷിച്ച ADGPയുടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതിൽ തുടരന്വേഷണമാണ് ഇപ്പോൾ മന്ത്രിസഭ തീരുമാനമായി എടുത്തിരിക്കുന്നത്. ത്രിതല അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി എടുത്തു പറയുകയുണ്ടായി. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ട് സമഗ്രമായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. അതിനാൽ തന്നെയാണ് 3 അന്വേഷണങ്ങൾ നടക്കുന്നത്. അതിലൊന്നിൽ ADGPയുടെ വീഴ്ച അന്വേഷിക്കുന്നത് DGP ആയിരിക്കും. ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയപ്പോൾ അതിന്റെ കൂടെ ഒരു നോട്ടും DGP വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ADGPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന്. പക്ഷേ അത് സമഗ്രമായ ഒരു റിപ്പോർട്ട് ആയിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അതിനാൽ തന്നെ ഈ വീഴ്ച എന്താണ് എന്ന് വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് DGPയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പോലീസിംഗിലെ വീഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം അത് 30 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയം കൂട്ടി നൽകിയിട്ടില്ല. അത് ഈ ദിവസങ്ങളിൽ തന്റെ മുന്നിൽ എത്തും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലും പരിശോധിച്ച് നടപടി എടുക്കും. അതിൽ ADGPക്കെതിരെ എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയിൽ ഇല്ല. അദ്ദേഹം ക്രമസമാധാന പാലന ചുമതലയിൽ തുടരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. റിപ്പോർട്ട് കിട്ടട്ടെ എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ VV അരുൺ ചേരുകയാണ്. അരുൺ, ഇക്കാര്യത്തിൽ CPIക്ക് തൃപ്തികരമായ ഒരു നിലപാടാണോ ഇത്? ഇപ്പോൾ ഒരു റിപ്പോർട്ട് വരാൻ ബാക്കിയുണ്ട്. അത് ഈ ദിവസങ്ങളിൽ കിട്ടുമെന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. അത് ആ സമഗ്രമായ റിപ്പോർട്ടാണ്. 1 മാസത്തെ സമയം അനുവദിച്ചുകൊണ്ടുള്ള ആ റിപ്പോർട്ട്. അത് കിട്ടിയിട്ട് നടപടി തീരുമാനിക്കാമെന്ന് പറയുന്നത് CPIക്ക് തൃപ്തിയാകുമെന്നാണോ? പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ട് എന്ന് DGP ചൂണ്ടിക്കാണിച്ചിട്ടും ADGPക്കെതിരെ നടപടിയില്ല. CPIക്ക് താൽക്കാലിക ശാന്തി ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവരുടെ നേതൃത്വം ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് മനസ്സിലാക്കേണ്ട. കാരണം ഇപ്പോൾ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അവർ ചർച്ച ചെയ്യും. CPIക്ക് കൂടി മുഖം രക്ഷിക്കാൻ, പ്രത്യേകിച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടി മുഖം രക്ഷിക്കാൻ തക്ക ഒരു നടപടിയാണ് ഇന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി K രാജനാണ് ഈ ആവശ്യം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ ഇപ്പോൾ പരിശോധന ഹോം സെക്രട്ടറി, ആഭ്യന്തര ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി നടത്തുകയാണ്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം അടുത്ത മന്ത്രിസഭ വിവരം അറിയിക്കാം. അങ്ങനെയാണ് ഇന്ന് തീരുമാനമുണ്ടാകുന്നത്. 3 തല അന്വേഷണം, ത്രിതല അന്വേഷണം. ഒന്ന്, ഏറ്റവും പ്രധാനം അതിൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്, അദ്ദേഹത്തിന്റെ ഭാഗത്തു വന്ന വീഴ്ചകൾ അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി അജിത് കുമാറിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ അന്വേഷണമുണ്ടാകും. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ, മറ്റു വകുപ്പുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ചകൾ മനോജ് എബ്രഹാം അന്വേഷിക്കും. H വെങ്കടേഷ് ആകും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഗൂഢാലോചന കാര്യങ്ങൾ അന്വേഷിക്കുക. അത്തരം അന്വേഷണം നടക്കും. തൽക്കാലത്തേക്ക് CPI കൂടി പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടാണ്. പക്ഷേ CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പൂരം കലക്കലിൽ ഈ ഒരു അന്വേഷണം മാത്രമല്ല, PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്ത് അന്വേഷണമാകും ഇദ്ദേഹത്തിന് ഉണ്ടാവുക. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ADGPയെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. അങ്ങനെ മാറ്റി നിർത്തണമെങ്കിൽ ഒരു ആരോപണം മാത്രം പോരാ. ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന, ആ പരിശോധനയിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തണം. ആ തെളിവുകൾ റിപ്പോർട്ടായി ലഭിക്കണം. ആ റിപ്പോർട്ടാണ് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് നൽകാൻ പോകുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സർക്കാർ തുടർ നടപടി. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമയം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത നിലപാട് ഒരു ഉദ്യോഗസ്ഥനെതിരെ, പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായാൽ അത് അന്വേഷിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടപടി എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ അനുസരിച്ച് ഇന്നോ നാളെയോ അദ്ദേഹത്തിന് ലഭിക്കും. നിയമസഭാ സമ്മേളനം ആരംഭിക്കും നാളെ. സഭയിൽ തിങ്കളാഴ്ച ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവസരമുണ്ടാകും. അതിനു മുമ്പ് തന്നെ ഒരു നടപടി MR അജിത് കുമാർ ഉണ്ടായേക്കാം. അദ്ദേഹത്തെ ഇപ്പോഴുള്ള ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടി തന്നെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹത്തെ ഒരുപക്ഷെ ജയിൽ വകുപ്പിന്റെ തലപ്പത്തേക്കോ അല്ലെങ്കിൽ ഫയർഫോഴ്സ് തലപ്പത്തേക്കോ മാറ്റാനുള്ള ആലോചനയാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നടക്കുന്നത്.
തൽക്കാലത്തേക്ക് CPIക്ക് പിടിച്ചെടുക്കാം. പക്ഷേ എത്രത്തോളം അവർ ഇപ്പോഴത്തെ തീരുമാനത്തെ അംഗീകരിക്കുമെന്നുള്ളത് അവരുടെ ഇന്നത്തെ ശരി. അരുൺ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. താൻ പറയാത്ത കാര്യങ്ങൾ ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നുള്ള വിവാദത്തിനാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമായും മറുപടി നൽകിയത്. സർക്കാരോ താനോ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. TK ദേവകുമാർ MLA യുടെ മകനാണ് ഇങ്ങനെയൊരു അഭിമുഖം നൽകുന്നതിന് വേണ്ടി സമീപിച്ചിരുന്നത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. അതുമാത്രമല്ല, TK ദേവകുമാർ MLA യുടെ മകൻ സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ PR ഏജൻസിയുടെ പ്രതിനിധിയും അഭിമുഖം എടുക്കുന്ന സമയത്ത് ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി സമ്മതിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കൂടെ ഉണ്ടായിരുന്നയാൾ PR ഏജൻസിയുടെ ആളായിരുന്നു എന്നുള്ള കാര്യം തനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നും മുഖ്യമന്ത്രി ഇന്ന് വിശദീകരണം നൽകുകയാണ്. അത് ഹിന്ദു പത്രത്തിന്റെ ആളായിരിക്കും എന്നാണ് താൻ കരുതിയത് എന്നും മുഖ്യമന്ത്രി ഇന്ന് വിശദീകരണം നൽകുകയാണ്. ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല സർക്കാരോ താനോ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി. അത് കേൾക്കാം. ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗമുണ്ടായി. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാണല്ലോ. നിങ്ങൾക്ക് അറിയാലോ ഞാൻ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത്. ഈ ഒരു ജില്ലയെ, ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേവരെ? അങ്ങനെ ഒരു നില എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇവർക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിയാത്ത കാര്യമാണ്. അതിന് പിന്നെ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട്. ഇതിൽ കാണേണ്ടത് ഞങ്ങളൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. ആ മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ അതിന്റെ കാര്യങ്ങൾ. അതിന് അവരും മാന്യമായ നിലപാടെടുത്തല്ലോ. ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മോഹത്തോടു കൂടി തന്നെ നിങ്ങൾ നിൽക്കുന്നതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മാത്രം ഡാമേജ് ആയി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസം പൊതുസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി പക്ഷേ ഈ PR ഏജൻസിയുടെ കാര്യത്തിലേക്ക് സംസാരിച്ചിരുന്നില്ല. അദ്ദേഹം താൻ പറയാത്ത കാര്യങ്ങൾ ഹിന്ദു പത്രത്തിൽ വന്നുവെന്നും അതിന് പത്രം മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുമുള്ള കാര്യമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അതിനുശേഷം PR ഏജൻസിയുടെ വിവരങ്ങൾ കൂടുതലായി പുറത്തു വരികയും അതോടൊപ്പം തന്നെ ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിന്റെ മകൻ ആ സമയത്ത് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രി ഈ PR ഏജൻസി ഇല്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. സർക്കാരിന്റെ പ്രചാരണത്തിന് വേണ്ടി താനോ സർക്കാരോ പണം കൊടുത്ത് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിന്റെ മകൻ വന്ന് ആവശ്യപ്പെട്ടു. അത് താൻ ചെവിക്കൊള്ളുകയായിരുന്നു. അങ്ങനെയാണ് ഈ അഭിമുഖം വന്നത് എന്നാണല്ലോ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇത് മുഖ്യമന്ത്രി ഒന്നും മറച്ചു വെക്കാതെ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? പൂർണ്ണമായും വിശ്വസനീയമായ കൺവിൻസിംഗ് ആയ ഒരു മറുപടിയല്ല ഈ PR ഏജൻസി കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വ്യക്തമാണ്. കാരണം നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു അഭിമുഖത്തിന് ഉള്ള ബുദ്ധിമുട്ട്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാർ അത്ര വേഗം അഭിമുഖം കൊടുക്കുന്ന സാഹചര്യം കേരളത്തിലില്ല. പക്ഷെ പിണറായി വിജയനാകട്ടെ അത്ര കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ലഭിക്കാനും അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങൾ കടന്നു ചെല്ലാനും ഒക്കെയുള്ള കാര്യം. സ്വാഭാവികമായും
ഒരു ദേശീയ ദിനപത്രത്തിന്റെ ലേഖിക അഭിമുഖത്തിന് വരുന്നു. അതിനുശേഷം അവർക്കൊപ്പം ഒരാൾ ഉണ്ടാകുന്നു. അത് മുഖ്യമന്ത്രിക്ക് കൂടി അറിയാവുന്ന ആളാണ്. അതിനപ്പുറത്തേക്ക് ഒരാൾ മുഖ്യമന്ത്രി ഇരിക്കുന്ന റൂമിലേക്ക് കടന്നു വരണമെങ്കിൽ സ്വാഭാവികമായും കൃത്യമായ സുരക്ഷാ പരിശോധന ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് അറിയാത്ത, അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയാത്ത ഒരാളെ അവിടേക്ക് കടത്തിവിടണമെങ്കിൽ അകത്തു നിന്ന് കൃത്യമായ നിർദ്ദേശം വേണം. അല്ലാതെ ആർക്കും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക്, റൂമിലേക്ക്, അദ്ദേഹം ഉള്ള സ്ഥലത്തേക്ക് കടന്നു പോവുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ മൂന്നാമതൊരാൾ അവിടേക്ക് എത്തുകയുള്ളൂ. ആ എത്തിയ ആളെ തനിക്കറിയില്ല എന്ന് മുഖ്യമന്ത്രി പറയാൻ നമുക്ക് വിശ്വസിക്കാം. കാരണം ഒരു ഏജൻസിയുടെ ആളാണ് അദ്ദേഹം, മുഖ്യമന്ത്രിക്ക് നേരിട്ട് അറിയേണ്ട സാഹചര്യവുമില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത അതിനുശേഷം മുഖ്യമന്ത്രി പറയാത്ത കാര്യം വാർത്തയെ വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ഒരു വിശദീകരണം കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കില്ല. ഇത്രയധികം ഡാമേജ് എന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ആ ഡാമേജിന്റെ കാര്യം മറ്റു പല കാര്യങ്ങളുമായി കൂട്ടിച്ചേർത്താണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, മുഖ്യമന്ത്രിക്ക് മാത്രമല്ല CPM-ന് രാഷ്ട്രീയമായ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അത്തരമൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും ഇതേ ഹിന്ദു പത്രത്തിനെതിരെ നേരത്തെ മുഖ്യമന്ത്രി വരാൻ കടുത്ത നിലപാടുകളും CPM വിഭാഗത്തിന്റെ കാലത്തൊക്കെ സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഹിന്ദുവിന്റെ വിശ്വാസ തകർക്കത്തിലേക്കുള്ള വാർത്തകൾ വന്നു പരസ്യമായി വാർത്താ സമ്മേളനം വിമർശിച്ചിട്ടുള്ള ആളാണ്. ഇന്ന് അദ്ദേഹം പൂർണ്ണമായും ദ ഹിന്ദു പത്രം പറയുന്നത് വിശ്വസിക്കുന്നു. ഇത്തരമൊരു ഏജൻസിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരിചയമില്ല, അറിവില്ലെന്ന് പറയുമ്പോഴും അതിന് നടപടി സ്വീകരിക്കാനോ TK ദേവകുമാറിന്റെ മകനോട് അതിൽ വിശദീകരണം തേടാനൊന്നും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. അവിടെ എന്തൊക്കെയോ മറച്ചുവെക്കുന്നു, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞു എന്ന കാര്യത്തിലേക്ക് കൃത്യമായ അന്വേഷണം താൻ തയ്യാറല്ല എന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. ശരി അരുൺ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. അതിലേക്ക് RJD വേറെ വഴിക്ക്, അൻവർ പോയ വഴിയിൽ, ജലീൽ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് അറിയാം. ഇടതുമുന്നണിയുടെ സ്ഥിതിയാണ് കേരളത്തിലെ. ഡിസിന്റഗ്രേഷനാണ്, ശിഥിലീകരണമാണ്, അപകടകരമായ സ്ഥിതിയിലായിരിക്കും. അതാണ് അത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോ കോംപ്ലിമെന്റ്സ് ആയി രണ്ടുപേരും കൂടി. തൃശ്ശൂർ ഞാൻ പറയല്ലോ, കരുവന്നൂരിൽ കേൾക്കാറുണ്ടോ? മറ്റേ എല്ലാ ദിവസവും കരുവന്നൂർ ED വാർത്തയല്ലേ. ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ കരുവന്നൂരിൽ കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കേട്ടിട്ടില്ല. അത് പോയി തീർന്നു. വീണ്ടും പറഞ്ഞത് അവരാണ് ഏറ്റവും കൂടുതൽ, LDF സർക്കാർ CPM ഇവരാണ് ഏറ്റവും കൂടുതൽ വർഗീയതയ്ക്കെതിരെ നിൽക്കുന്നതെന്ന് എല്ലാവരും സമ്മതിക്കും ഇപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ്. തന്നെത്താൻ സമ്മതിച്ചാൽ മതി, നാട്ടുകാരും സമ്മതിക്കില്ല. കാഫിർ വിവാദം മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വടകരയിൽ ചെയ്തതാണ്. മതപരമായ ഭിന്നിപ്പ് സംഘപരിവാർ സ്റ്റൈലിൽ ചെയ്തതാണ്. പുറത്തു വന്നല്ലോ ആരാ ചെയ്തതെന്ന്. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിലെ കൂടിക്കാഴ്ച, ശ്രീ M എന്ന് പറയുന്ന ആത്മീയ നേതാവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചാൽ മുഖ്യമന്ത്രിയോട്, നിഷേധിച്ചില്ലല്ലോ, നിഷേധിച്ചില്ല. പൂരം കലക്കിയത്. ADGP-യെ വിട്ട് പ്രധാനപ്പെട്ട RSS നേതാക്കന്മാരെ ദൂതനായി വിട്ട് അവരുമായിട്ട് നടത്തിയ ചർച്ച, മനസ്സിലായില്ല? പൂരം കലക്കി BJP-യെ സഹായിച്ചത്. പിന്നെ കേസ് അന്വേഷണമൊക്കെ നിർജീവമായത്. SNC ലാവ്ലിംഗ് കേസ് 40 പ്രാവശ്യമായിട്ട് മാറ്റിവെച്ചത്. അന്വേഷണം നടക്കാത്തത്, ഒരു അന്വേഷണവും നടക്കാത്തത്. ED-യൊക്കെ പോയി. ED ഞങ്ങൾക്കൊക്കെ എതിരെ ഇപ്പം അന്വേഷണം നടത്തണം. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇതുവരെ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിപക്ഷ അംഗങ്ങൾ നിരവധി ചോദ്യങ്ങളാണ് കൊടുത്തത്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചോടുന്ന ഒരു സമയം ഒരു കാലത്തും ചെയ്യാത്ത കാര്യമാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റും സർക്കാർ കൂടി ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യത്തെ ബാധിക്കുന്ന, സംസ്ഥാനത്തെ ബാധിക്കുന്ന പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ സ്റ്റാർഡ് ക്വസ്റ്റനായി കൊടുത്തിട്ട് അൺസ്റ്റാർഡാക്കി മറുപടി പറയണ്ട, ഹൗസിൽ മറുപടി പറയണ്ട, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒളിച്ചോടുകയാണ്. മൗനത്തിലാണ് പല സമയത്ത്. ഇപ്പൊ വന്ന് പറയുന്നത് ചിരിയാണ്. നിയമസഭയിൽ ശക്തമായി ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കും, അതിശക്തമായി ഉന്നയിക്കും. മുഖത്ത് നോക്കി ചോദിക്കും, ചോദിക്കാറുണ്ട്, ഇനിയും ചോദിക്കും, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആദ്യത്തെ നടപടിയാണ്. ഇടതുമുന്നണിയിൽ നിന്നുള്ള ശിഥിലീകരണത്തിന്റെ തുടക്കം. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചർച്ച ചെയ്യും. RSS അത് ഇതുമായിട്ട് വല്ല ബന്ധമുള്ള കാര്യം അല്ല. വരട്ടെ, നമുക്ക് നോക്കാം. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ മറുപടിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്.
പൂരം അന്വേഷണത്തിലെ ത്രിതല അന്വേഷണം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷം. ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടതെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. മുഖ്യമന്ത്രി കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും എ.ഡി.ജി.പിയെ മാറ്റണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. എ.ഡി.ജി.പിയെ ചേർത്ത് പിടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതുപോലെ തന്നെ PR ഏജൻസി വിഷയത്തിലും അഭിമുഖ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം പി ശശിക്കെതിരെയുള്ള ആരോപണത്തെക്കുറിച്ചാണ്. ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ. PV അൻവറിന് പല ബിസിനസ് ഇടപാടുകളും ഉണ്ടാകുമെന്നും അത്തരം ഇടപാടുകളിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ തന്റെ ഓഫീസ് ഇല്ലെന്നും മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു. അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. അൻവറിന്റെ ശീലത്തിൽ പലതും ഉണ്ടാവുമായിരിക്കും. അദ്ദേഹത്തിന്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും. അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം. ഞങ്ങളെ ഓഫീസിൽ ആരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല. പിന്നെ എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോ പോണ്ടാലോ. അതൊന്നും നല്ല മാർഗമല്ല. നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊന്നും ഒരു നല്ല മാർഗമല്ല. ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവജ്ഞയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഒരു തരത്തിലുള്ള സംശയത്തിന്റെ നിഴലിലുമല്ല എന്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത്. PR വിവാദത്തിൽ ദ ഹിന്ദു പത്രവും മുഖ്യമന്ത്രിയുടെ ഓഫീസും പറയുന്നത് കളവാണെന്നാണ് PV അൻവർ പറഞ്ഞത്. ഉത്തരമില്ലാത്തതിനാൽ ഒളിച്ചോടുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി ചിരിക്കുന്നത്. താൻ ഉന്നയിച്ച വിഷയങ്ങൾ മുഖ്യമന്ത്രി തള്ളുന്നത് പുതിയ സംഭവമല്ലെന്ന് അൻവർ പറയുന്നു. ഇതുവരെ കണ്ട മുഖ്യമന്ത്രി അമരീഷ് പുരി ആയിരുന്നെങ്കിൽ ഇന്ന് ഇന്നസെന്റിനെ പോലെ ആയതായും അൻവറിന്റെ പരിഹാസം. P ശശിയെക്കുറിച്ച് 10 സഖാക്കൾ നല്ലത് പറഞ്ഞാൽ എല്ലാം നിർത്താമെന്നും അൻവറിന്റെ മറുപടി. അത് അദ്ദേഹത്തിന്റെ നിലപാടായതുകൊണ്ടല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആണ് എഴുതി കൊടുത്തതെന്ന് കെൻസ ഈ PR ഏജൻസി പറയുന്നുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് തന്നെ ഉറപ്പുള്ള കാര്യമല്ലേ. അത് ഉറപ്പില്ല. ഇപ്പൊ ഒരു ചർച്ച ചെയ്യപ്പോ ഒരു നാടകമാക്കി മാറ്റുന്നത് ആരാ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. അതിന് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വല്ല ഉത്തരവും കിട്ടിയോ? മാത്രമല്ല, ഇത്രയും വലിയൊരു പ്രതിസന്ധി വിഷയത്തിലുണ്ടായിട്ട് ഇത് സത്യസന്ധമാണെങ്കിൽ എന്താണ് ആ ഏജൻസിക്കെതിരെയോ അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിനെതിരെയോ പരാതി കൊടുക്കാൻ, നിയമ നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാത്തത്? എന്തുകൊണ്ടാണ് ആ റെക്കോർഡ് CM-ന്റെ PRDയുടെ കയ്യിൽ ആ റെക്കോർഡ് ഉണ്ടല്ലോ, അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിന്റെ ആ റെക്കോർഡ് എന്താ പുറത്തുവിടാത്തത്? മൂന്നാമത്തെ കാര്യം, രാവിലെ 5 മണിക്ക് അച്ചടിച്ചിറങ്ങിയ പത്രം ഇന്ത്യ രാജ്യം മുഴുവൻ എല്ലാവരുടെയും കൈകളിലെത്തി. അന്ന് രാത്രി മുതലക്കോത്ത് വെച്ച് ഞാൻ ഈ പത്രം ഉയർത്തിപ്പിടിച്ച് ചോദ്യം ഉയർത്തി. അതും കഴിഞ്ഞ് പിറ്റേ ദിവസവും ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതായിട്ട് CMOയിൽ നിന്ന് പറയുന്നത്. ഇതൊക്കെ നാടകം. വെറുതെ നമ്മളതിനെ ചർച്ച ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. കേരളത്തിലെ സാധാരണക്കാരായ അത്യാവശ്യം എഴുത്തും വായന അറിയുന്ന കോമൺ സെൻസിലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കും. പാർട്ടിയിൽ ഈ വിഷയത്തിൽ 40 അഭിപ്രായം ഉണ്ടാവും. അതിൽ തർക്കമില്ല. ഒരഭിപ്രായം പറയാനില്ല നട്ടല്ലല്ലോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും. ഈ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിന്റെ ദുരന്തമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്നത്. ആരെയാണ് ഇവർ ഈ പേടിക്കുന്നത്? CM-നെ സംബന്ധിച്ച് അജിത് കുമാറിനെയും ശശിനെയും ഒക്കെ നല്ല പേടിയാണ്. യാതൊരു തർക്കമില്ല, എല്ലാവർക്കും ബോധ്യമായതാണല്ലോ. പാർട്ടി ആരെയാണ് പേടിക്കുന്നത്? CM-നെ. അപ്പൊ എവിടെ പാർട്ടി കുടുങ്ങി കിടക്കുന്നത്? പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് മനസ്സിലാകേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇതൊന്നുമല്ലാത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബോധ്യപ്പെടാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് മാത്രമാണ്. എങ്ങോട്ടാ കൊണ്ടുവന്നത്? പശ്ചിമ ബംഗാളോ ത്രിപുരയോ? അതാ എനിക്ക് ശേഷം പ്രളയം എന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഇവർ ഒരുമിച്ച് തീരുമാനമെടുത്തോ? അവരെ എക്സ്പ്ലെയിൻ ചെയ്യണം. CPM നേതൃത്വം എക്സ്പ്ലെയിൻ ചെയ്യണം. ADGP MR അജിത് കുമാർ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുള്ള രമേശ് ചെന്നിത്തലയുടെ മറുപടി. ADGP RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തി. ADGP ലോ ആൻഡ് ഓർഡറിന്റെ ജോലി ഇതാണോ?
RSS നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ? ആ ADGP ലോ ആൻഡ് ഓർഡറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറി. PR ഏജൻസികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര തുക ചെലവഴിച്ചുവെന്ന് മുഖ്യമന്ത്രി വിശദമാക്കണമെന്ന് വി മുരളീധരൻ. കിങ്കരന്മാരെ കൊണ്ട് വിശദീകരിക്കാതെ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭൂരിപക്ഷ സമുദായം മാർക്സിസ്റ്റ് പാർട്ടിയെ കൈവിട്ടിരിക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇത്തരം PR ഗിമ്മിക്കുകളെന്നും വി മുരളീധരന്റെ ആക്ഷേപം. അതേക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വാർത്ത വന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും വിശദീകരണവും ഉണ്ടായിട്ടില്ല. പകരം മരുമകനെ ഇറക്കിയിട്ടുള്ള ഡയലോഗുകളാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ തലയാണ്, തലച്ചോറാണ്, തലത്തൊട്ടപ്പനാണ് എന്നൊക്കെയുള്ള ഈ ഡയലോഗുകൾക്ക് പകരം മുഖ്യമന്ത്രി തന്നെ വസ്തുതകൾ വിശദീകരിക്കണം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഹിന്ദു ദിനപത്രം തിരുത്തി എന്നാണ്. അദ്ദേഹത്തിന്റെ വായന താഴേന്ന് മുകളിലേക്കാണ്. നമ്മളെല്ലാവരും മുകളിൽ നിന്ന് താഴോട്ടാണ് വായിക്കുന്നത്. അദ്ദേഹം വായിക്കുന്നത് എനിക്ക് തോന്നുന്നു താഴേന്ന് മുകളിലോട്ടേക്കാണെന്നാണ്. ഈ പ്രത്യേക ആക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യേകതരം വായനയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഹിന്ദു ദിനപത്രം തിരുത്തി എന്നുള്ള പ്രസ്താവന നടത്തിയിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശ്രമിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്നലെ KT ജലീൽ CPM-നും മുഖ്യമന്ത്രിക്കും പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി PV അൻവർ പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ജലീലിന് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ല എന്ന പരിഹാസമാണ് PV അൻവർ ഇന്ന് ഉന്നയിച്ചത്. എന്നാൽ ഇതിന് KT ജലീൽ ഫേസ്ബുക്കിലൂടെ മറുപടിയും നൽകി. ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ലെന്നാണ് KT ജലീലിന്റെ മറുപടി. വാർത്താ സമ്മേളനത്തിൽ തന്നെ പരിഹസിച്ച PV അൻവറിനെതിരെ ഫേസ്ബുക്കിൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് KT ജലീൽ. അൻവറുമായുള്ള സൗഹൃദം നിലനിർത്തുമെന്നും രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും നിലപാട് പ്രഖ്യാപിച്ച KT ജലീലിനെ വാർത്താ സമ്മേളനത്തിനിടെ PV അൻവർ പരിഹസിച്ചതിങ്ങനെ. അല്ല, ഞാനതില് ഈ പറഞ്ഞ പോലെ ജലീൽ MLA കുറ്റം പറയാൻ ഞാൻ ആളല്ല. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ, ജനങ്ങളുടെ കാലിൽ, എൻ്റെ കാലിൽ ജനങ്ങളുടെ കാലിൽ കയറ്റിവെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ശേഷിയുടെ പ്രശ്നം. അപ്പൊ അദ്ദേഹത്തിനൊക്കെ സംബന്ധിച്ച് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തീരുമാനത്തിലുണ്ടാവും. എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്ക് അപ്പൊ ആരോ വെടിവെക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് മാറിയതാവും. മനുഷ്യന് ജീവനപ്പേടി ഉണ്ടാവില്ലെന്ന്. ജീവനപ്പേടി നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവറിനുള്ള മറുപടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മിസ്റ്റർ PV അൻവർ ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ല എന്ന തലക്കെട്ടോടെ. എന്നും സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പോലും ആരുടെ കയ്യിൽ നിന്നും സംഭാവന വാങ്ങിച്ചിട്ടില്ല. അൻവറിനും അബ്ദുറഹ്മാനും വേണ്ടി പ്രചരണം നടത്താൻ പോയപ്പോഴും പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. ഒരു പ്രമാണിയുടെയും ഊരമ്മേൽ ഇന്നോളം ജലീൽ കൂരകെട്ടി താമസിച്ചിട്ടില്ല എന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒടുവിൽ ജലീൽ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ: താങ്കൾക്ക് ശരിയെന്ന് തോന്നിയത് താങ്കൾ പറഞ്ഞു, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ താങ്കളെക്കാൾ ഞാൻ പിറകിലുള്ളൂ. ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ടും മാന്യത, മറിച്ചാണെങ്കിൽ അങ്ങിനെ. അൻവർ ഇടതുപക്ഷ പോരിൽ ജലീൽ കൂടി രംഗത്തിറങ്ങിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലും പോരാട്ടം കടുക്കുകയാണ്. ന്യൂസ് 18 മലപ്പുറം. ഫേസ്ബുക്കിൽ KT ജലീൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് അൻവർ മറുപടിയും നൽകിയിട്ടുണ്ട്. അൻവറിന്റെ ആ മറുപടിയിലേക്ക്. ഇതാ ഇനി എന്താണ് ഈ പാവപ്പെട്ട ജലീൽ? എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ജലീൽ ഇപ്പം മിനിയാന്നോട് സംസാരിക്കുമ്പോൾ സാധു പറഞ്ഞിരുന്ന ഇന്നത്തെ റിപ്പോർട്ടിൽ ADGPക്കെതിരെ നടപടി ഉണ്ടാവും, നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ആ ബലത്തിലൊക്കെയാണ് ഈ സാധു പറയുന്നത്. അപ്പം അദ്ദേഹം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഇപ്പോഴും എന്താ പറയുക, അദ്ദേഹത്തിന് കുറച്ച് നന്മ കൂടുതലാണ്. അപ്പം ഇപ്പോഴും അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊക്കെ ഇനി ഒരു നീതി നടപ്പിലാവും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അതൊരു മനുഷ്യന്റെ നന്മയായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഞാൻ കുറ്റമായിട്ട് പറയല്ല. ഇന്നലെ ഇപ്പം ഈ റിപ്പോർട്ട് വരുന്നവരെ ജലീൽ ഉൾപ്പെടെയുള്ള സാധുക്കൾ വിചാരിച്ചിരുന്നത് എന്തായാലും പൂരം കലക്കിയത് അജിത് കുമാറാണെന്നും അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും
അജിത് കുമാറാണ് ഇത് കംപ്ലീറ്റ് മാനിപ്പുലേറ്റ് ചെയ്തതെന്നില്ല എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട DGP അത് അന്വേഷിച്ച് റിപ്പോർട്ടും കൊടുത്തു. അപ്പം എന്താ ഉണ്ടാവുക? അജിത് കുമാറിനെ മാറ്റി നിർത്തും. ആ പരിപാടിയില്ല. ഇനി അതിന് മുകളിൽ വരുന്ന റിപ്പോർട്ട് എന്തായാലും അടുത്ത പൂരത്തിന് മുമ്പ് ഉണ്ടാകുകയാണെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അതിലേറെ സന്തോഷം, അല്ലെങ്കിൽ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ റിപ്പോർട്ട് വന്നാൽ അതിലേറെ സന്തോഷം. അങ്ങനെ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. മറ്റു വാർത്തകളിലേക്ക്. മന്ത്രിമാറ്റ ചർച്ചയ്ക്കായി NCP നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന കേന്ദ്ര NCPയുടെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നാണ് PC ചാക്കോ പറഞ്ഞത്. പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയിലാണ് ശശീന്ദ്രന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. NCP മന്ത്രിയെ പിൻവലിച്ചാൽ പകരം മന്ത്രിയെ അനുവദിക്കണോ എന്ന് മുന്നണിയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് നേരത്തെ പിണറായി വിജയൻ NCP നേതാക്കളെ അറിയിച്ചത്. ഇന്നും അദ്ദേഹം ആ നിലപാട് ആവർത്തിച്ചാൽ ശശീന്ദ്രനെ മാറ്റാനുള്ള ചാക്കോ വിഭാഗത്തിന്റെ നീക്കം പ്രതിസന്ധിയിലാകാനാണ് സാധ്യത. MM ലോറൻസിന്റെ മൃതദേഹം കൈമാറുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മൃതദേഹം ഏറ്റെടുക്കുന്നതിൽ കമ്മിറ്റി രൂപീകരിച്ചതിൽ ഹൈക്കോടതിക്ക് അതൃപ്തിയുമുണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മൃതദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് നീട്ടാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മകൾ ആശ ലോറൻസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, അങ്ങനെ വരുമ്പോൾ മെഡിക്കൽ കോളേജിന്റെ തീരുമാനം ഹൈക്കോടതി അംഗീകരിക്കുന്നില്ല എന്നല്ലേ? ഇനി എന്താണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? എന്നത്തേക്ക് ഇതിൽ അടുത്ത വാദം കേൾക്കാനാണ് തീരുമാനം? മഞ്ജുഷ്, മൃതദേഹത്തിന്റെ കാര്യമായതുകൊണ്ട് അധികം വൈകിക്കാനാകില്ല എന്ന് കോടതി ചേർക്കുകയുണ്ടായി. മാത്രമല്ല, ഉപദേശക സമിതി, മെഡിക്കൽ കോളേജിലെ ഉപദേശക സമിതി സ്വാധീനിക്കപ്പെട്ടു എന്ന് കാണിച്ചാണ് ആശാ ലോറൻസ് കഴിഞ്ഞ വ്യാഴാഴ്ച വീണ്ടും ഹർജി നൽകിയത്. അതേ തുടർന്നാണ് ഇന്നത്തേക്ക് ഹർജി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ പോലും ഹർജിയിൽ, അതായത് മെഡിക്കൽ കോളേജ് ഉപദേശക സമിതിയുടെ തീരുമാനത്തിൽ കമ്മിറ്റി രൂപീകരിച്ചതിൽ അതൃപ്തിയാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ആശാ ലോറൻസിന് തന്റെ പിതാവിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ തനിക്ക് വിട്ടു നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഇതിൽ ഒരു മകൾ ഇതിൽ പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും, അതായത് അച്ഛൻ ഇങ്ങനെ ഇത്തരത്തിൽ പറഞ്ഞു എന്നുള്ള കൃത്യമായ നിർദ്ദേശമൊന്നും തന്നില്ല. പക്ഷേ മകൻ അവസാന കാലഘട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മകൻ സജീവനും മറ്റ് രണ്ട് ബന്ധുക്കളായിട്ടുള്ള അടുത്ത ആളുകളുടെയും സാക്ഷിമൊഴികളും കൊണ്ട് രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് ഉപദേശക സമിതി മൃതദേഹം വൈദ്യപഠനത്തിന് കൊടുക്കാൻ തീരുമാനിക്കുകയും ഇത് മാത്രമല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മെഡിക്കൽ കോളേജ് അതോറിറ്റിക്ക്, അതായത് ഈ അനാട്ടമി വിഭാഗം പ്രിൻസിപ്പലിന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാം. ഇത് ആശയുടെ കൂടി കൺസേൺ അറിഞ്ഞിട്ട് ആശങ്ക കൂടി പരിഹരിച്ച് വേണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. അതനുസരിച്ചിട്ടാണ് മെഡിക്കൽ കോളേജ് ഉപദേശക സമിതി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നതും വൈദ്യപഠനത്തിന് മൃതദേഹം വിട്ടു നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് വീണ്ടും ആശാ ലോറൻസ് തന്റെ പിതാവിന്റെ മൃതദേഹം തനിക്ക് മതചാരപ്രകാരം സംസ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ ഉപദേശക സമിതി സ്വാധീനിക്കപ്പെട്ടു. അത് പാർട്ടിയുടെ ഉന്നത തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ട് CPM-ന് തന്നെ തീരുമാനം മെഡിക്കൽ കോളേജ് അതോറിറ്റി നടപ്പിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് മാറിയത് എന്നാണ് ആശയുടെ ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചാണ് വീണ്ടും ആശാ ലോറൻസ് കഴിഞ്ഞ ആഴ്ച ഹർജി നൽകിയതും അത് ഇന്നത്തേക്ക് വീണ്ടും പരിഗണിക്കുകയായിരുന്നു. എന്തായാലും മൃതദേഹം തൽക്കാലം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ്. അതേസമയം മെഡിക്കൽ കോളേജ് ഉപദേശക സമിതി രൂപീകരിച്ചതിൽ, പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രിൻസിപ്പലിന്റെ ഇതിന് മുകളിലുള്ള ഏതെങ്കിലും അതോറിറ്റിയെ ഏൽപ്പിക്കണമെന്നും ആശ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മഞ്ജുഷ്, ശരി, MM ലോറൻസിന്റെ മൃതദേഹ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിശദമായ വാദം കേൾക്കാനുണ്ട് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. മൃതദേഹം മെഡിക്കൽ പഠനത്തിന് കൈമാറാം എന്നായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നത്. പക്ഷേ ഇതിനെതിരെയാണ് MM ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് വീണ്ടും കോടതിയെ സമീപിച്ചത്.
ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേലിന്റെ തിരിച്ചടി ഇപ്പോഴും തുടരുകയാണ്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത്. സിറിയയിൽ ഹസൻ നസ്രള്ളയുടെ മരുമകൻ കൊല്ലപ്പെട്ടതായെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇറാനെ നേരിട്ട് ആക്രമിക്കാതെ ലെബനനിലും സിറിയയിലും ആക്രമണം നടത്തുകയാണല്ലോ ഇപ്പോൾ ഇസ്രായേൽ തന്ത്രപരമായി ചെയ്യുന്നത്. ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണം ലെബനനിൽ നടക്കുമ്പോൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നു എന്നാണോ റിപ്പോർട്ടുകൾ വരുന്നത്? മഞ്ജുഷ, അങ്ങനെ തന്നെയാണ്. പശ്ചിമേഷ്യ ആകെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. തികച്ചും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക ലോകത്തിനാകമാനമുണ്ട്. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. ലെബനിൽ ഒരു നേരിട്ട് ഒരു യുദ്ധം എന്ന് തന്നെ പറയാം. ആ തരത്തിലേക്കുള്ള തന്നെ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലെബനിലേക്ക് ഇസ്രായേൽ സൈനികർ കടന്നു കയറാൻ ശ്രമിച്ച 7 സൈനികരെ വധിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇന്ന് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ലെബനൻ ആരോഗ്യ മന്ത്രാലയം തന്നെ അറിയിച്ച കണക്കനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46 പേരാണ് ലെബനന്റെ വിവിധ ഭാഗങ്ങളിലായി കൊല്ലപ്പെട്ടത്. 85 പേർക്കാണ് പരിക്കേറ്റത്. അത്രത്തോളം തീവ്രമായ തരത്തിലേക്ക് പല സ്കൂൾ പാർപ്പിട സമുച്ചയങ്ങളിലേക്കടക്കം നിരന്തരം ബോംബാക്രമണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 12 ലക്ഷം പേർക്കാണ് ലെബനനിൽ മാത്രം വീട് നിലവിൽ നഷ്ടമായത്. ഈ ആക്രമണത്തെ തുടർന്ന് ബോംബാക്രമണത്തിൽ വീട് തകർന്ന് വീട് നഷ്ടമായത്. അത് അവിടുത്തെ പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസറുള്ളയുടെ മരുമകൻ ജാഫർ അൽ ഖാസിറിനെയും വധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ്, പാർപ്പിട സമുച്ചയത്തിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം തിരിച്ച് യമനിലെ ഹൂതികൾ പ്രത്യാക്രമണം നടത്തിയെന്ന അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട്. അതോടെ ഇസ്രായേൽ ടെൽ അവീവിലേക്ക് ഡ്രോൺ വഴി ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. ഡ്രോൺ ലക്ഷ്യസ്ഥാനം കണ്ടു എന്നും പറയുന്നു. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആക്രമണം ഉണ്ടായെന്നല്ല, ഒരു വലിയ നാശനഷ്ടം ഉണ്ടാകുന്നതോ മരണം ഉണ്ടാകുന്ന ഒരു ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാന് നേരെ അതിശക്തമായ രീതിയിലേക്കുള്ള ഒരു വ്യോമാക്രമണം ഏതു സമയത്തും ഉണ്ടാകാം എന്നുള്ള ആശങ്ക അതിശക്തമായി തന്നെയുണ്ട്. ഐക്യരാഷ്ട്രസഭ തലവനെതിരെ അടക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത നിലപാടിലേക്ക് അടക്കം സ്വീകരിക്കാനുള്ള കാരണം തൽക്കാലം ഐക്യരാഷ്ട്രസഭയുടെ അടക്കം നിർദ്ദേശങ്ങൾ കേൾക്കേണ്ടതില്ല, ഇറാനെതിരെ ശക്തമായ തിരിച്ചടി നൽകുക എന്നുള്ള തീരുമാനത്തിന്റെ കൂടി ഫലമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ശരി, ലെബനനിൽ നിന്ന് ആളുകളെ സ്വന്തം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, സ്വന്തം പൗരന്മാരെ കൊണ്ടുപോകുവാൻ വിവിധ രാജ്യങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതിരൂക്ഷമായ യുദ്ധത്തിന് ഇപ്പോൾ സാഹചര്യം വന്നിരിക്കുകയാണ് ലെബനനിൽ. ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെതിരെ തിരിച്ചടി എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്നാണ് ഇസ്രായേൽ കോൺസൽ ജനറൽ ന്യൂസ് 18നോട് പറഞ്ഞത്. പ്രകോപനത്തിന് തുടക്കമിട്ടത് ഇറാനാണ്. സാധാരണക്കാരെ കവചമാക്കിയുള്ള നീചമായ ആക്രമണമാണ് ഹിസ്ബുള്ള 1 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പറയുന്നു. ഇസ്രായേൽ സ്ഥാനപതി വാക്കുകളിലേക്ക്. Your response has national significance right now. You held various key positions in the Israeli Ministry of Foreign Affairs. In the midst of this escalating war-like situation in Middle East, I have compelled to begin from there itself. Even though the IDF has anticipated such an attack from Iran, but an immediate retaliation has never been expected by anyone. Am I correct, madam? So Israel was basically, since the 7th of October, I think that was the beginning of all this war right now, which was a horrible, horrible massacre done by Hamas, entering villages, entering homes, murdering babies, raping women. And this began almost a year ago now. And following this, 8th of October, there was also Hezbollah started firing rockets on its own accord, unprovoked, at the northern borders of Israel. Now we have to remember that during these attacks are done by very vicious terrorist groups, but they're all puppeteered by Iran. Iran is one of the key players in this region in terms of what anything to do with terror. Iran has publicly said that it wants to destroy Israel. That's its mission, and it's doing everything it can, both directly, as we saw last night, and indirectly via its proxies in the area.
And that's what we're dealing with basically. So I think to say unanticipated might not be correct, because we have been experiencing Iran's terrorism since the 70s or 80s, and they're doing it basically by proxies that they have built up around the area, or directly even. So I think Israel expects, and Israel can deal and handle any kind of attack that is thrown its way, because Israel will do anything necessary to make sure that Israeli citizens are safe. The whole world is concerned about the response of Israel, how Israel will react to yesterday's Iran's retaliation towards Tel Aviv. Is there any immediate chance for that? I think that now Israel is again, it's not something that we can discuss here on television or anything, but Israel is of course going to do what needs to do in order to make sure that citizens safe, not in the immediately and also in the long run. So we have to remember that we're not talking about a single event. It's not just last night. Last night was a horrible attack that basically demonstrated how Iran indiscriminately wants to hurt Israelis, civilians, non-civilians. They don't discriminate between them, and they do anything they can just to cause destruction. But this was last night was just one event out of many that have been happening for years and years. Israel has to make sure, first of all, that events like last night never repeat themselves, but also to make sure that the safety of the region and the safety of Israel is secure also in the long run. And that's what Israel is now that will be the considerations for Israel when thinking of how to react to last night's attack. One more thing added to that. The UN Secretary General Antonio Guterres and all other world organizations are urging for a ceasefire. Is there any chance for that thing right now? So really it depends. I would ask that. I would ask Iran about that, because Israel has never had an issue with any of the countries around. Israel's aim since 1948 is to live peacefully in its land. But unfortunately, we've been attacked time and time again by different terrorist organizations in Iran all throughout this time. And so I think if Iran, and other terrorist organizations were willing to put down their weapons, to accept Israel's right to exist, and on a more immediate level, if I want to talk about a more immediate solution for Hezbollah to implement the 1701 UN resolution, then there can be negotiations to stop. But as long as Israel is still threatened, there can't be any solution. Whether the borders of Israel are safe enough to face this threat from Iran? The borders of Israel are safe because Israel has prioritized the safety of its citizens. So money and all kinds of other works and everything were done in order to develop defensive systems that would try and defend Israeli citizens. Because Israel, as opposed to Hezbollah and Hamas, who very clearly use their people as human shields, Israel's priority is to keep its people safe. So the safety becomes, because that was Israel's priority, and Israel invested in that time. ദക്ഷിണേന്ത്യയിലെ ഇസ്രയേലിന്റെ കോൺസൽ ജനറലായ ഓർലി വൈറ്റ്സ്മാനാണ് ന്യൂസ് 18നോട് സംസാരിച്ചത്. മുഖ്യമന്ത്രി ഇന്ന് മധ്യേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. യുദ്ധ സാഹചര്യം തുടരുന്നതിനാൽ സംഘർഷ മേഖലയിൽ ജീവിക്കുന്ന മലയാളികൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വലിയ തോതിലുള്ള ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വിവാദം കൊഴുക്കുകയാണ്. വളരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് കുടുംബാംഗങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മനാഫിന്റെ യൂട്യൂബ് വരിക്കാരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. അർജുന്റെ കുടുംബത്തെ വേട്ടയാടുന്നത് നിർത്തണമെന്നും ഇപ്പോഴും കുടുംബത്തോടൊപ്പമാണെന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നുമാണ് മനാഫ് പറയുന്നത്. സാഹചര്യം എന്താന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഞാൻ അതിനുശേഷം ബന്ധപ്പെട്ടിട്ടില്ല. അത് കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടപ്പോ. പക്ഷെ നമ്മളെ കുടുംബാണ് അവർ നമ്മളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ കുടുംബാണ്. അവർക്ക് അവരെ മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവർ സ്വയം പറഞ്ഞ് വരുത്തി വെച്ചതാണെങ്കിലും നമ്മളാരും അവരെ വേട്ടയാടരുതെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥന ഉണ്ട്. ഞാൻ എന്റെ ശൈലിയിൽ ഒരു മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ. നമ്മളെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലൊരു അർത്ഥമില്ല, ഒന്നുമില്ല. ആ കാര്യത്തില് ഓരോ ഭയങ്കര പ്രയാസപ്പെട്ടും കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പൊ. അവർക്കൊരു അബദ്ധം പറ്റി.
ഒന്നും ചെയ്യാൻ കഴിയില്ല. മകനെ ഞാൻ ഏറ്റെടുക്കുമെന്നുള്ള പരാമർശമൊക്കെയാണ് അവരെ അതൊക്കെ മകനെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ആ കുട്ടീനെ എടുത്തിട്ട് അങ്ങോട്ട് പോവുമോ? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അതൊരു ഇതാണ്. അതായത് അർജുന്റെ ഫാമിലിക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ഓരോ കൂടെ നിന്ന് ചെയ്യും. ഇനി അവർക്ക് നമ്മൾ ആവശ്യമില്ലേ, നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ പോകുന്ന അർത്ഥമില്ല. അങ്ങനെ പോണ ആളുമല്ല, ഒരു വലിഞ്ഞു കയറി ചെല്ലുന്ന ആളുമല്ല നമ്മൾ. ഞാൻ ആ ചേരിത്തിരിവിലേക്ക് ഭാഗമാവാൻ ഞാനോ എന്റെ ഫാമിലിയോ ആഗ്രഹിക്കുന്നില്ല. ഇനി അവർ ചോദിച്ചതിന് വേണമെന്നുണ്ടെങ്കിൽ അവരിപ്പോ പറഞ്ഞതിന്, കാരണം എന്താ പറഞ്ഞാൽ സമൂഹത്തിലുള്ള ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെ രണ്ട് വർത്താനം പറഞ്ഞു പോണിൽ ശരിയില്ല. നമ്മളെ ഫാമിലി അല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നവരോട്. മനാഫ് അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തുന്നു എന്നുള്ള ആരോപണമായിരുന്നു അർജുന്റെ ഫാമിലി ഉന്നയിച്ചിരുന്നത്. ഈശോ മൽപ്പയ്ക്കെതിരെയും അർജുന്റെ ഫാമിലി ആരോപണം ഉന്നയിച്ചിരുന്നു. അർജുന്റെ കുടുംബത്തിന്റെ വൈകാരികത വിറ്റ് കാശാക്കുകയാണ് മനാഫ് ചെയ്യുന്നത് എന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. യൂട്യൂബ് ചാനലിന് വരിക്കാരെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുമുള്ള ആരോപണമുണ്ടായിരുന്നു. ഇപ്പോൾ MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ ഒരു സംഭവം വന്നതിന് ശേഷം, ഇങ്ങനൊരു ആരോപണം അർജുന്റെ കുടുംബത്തിൽ നിന്ന് മനാഫിനെതിരെ വന്നതിന് ശേഷം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കുമ്പോൾ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട്. എങ്കിൽ പോലും കൂടുതലും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അർജുന്റെ കുടുംബത്തിന് നേരെയാണ്. തീർച്ചയായും ഇന്നലെ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ സമയം മുതൽ തന്നെ മനാഫിന് അനുകൂലമായി അല്ലെങ്കിൽ ഈ കുടുംബത്തെ എതിർത്തുകൊണ്ടുള്ള ഒരുപാടുകൾ കമന്റ് പറയുന്നുണ്ട്. മറുവശത്ത് ഈ കുടുംബത്തെ അനുകൂലിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ ആ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ പ്രത്യേക ഇടങ്ങളിൽ നിന്നുമൊക്കെ ഈ കുടുംബത്തിനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെ മനാഫ് അതിന് മറുപടി പറഞ്ഞുവെങ്കിലും ഇന്ന് കൃത്യത വരുത്തിയുള്ള മറുപടി വൈകുന്നേരം ഉണ്ടാകുമെന്നാണ് അല്പസമയം മുമ്പ് പറഞ്ഞത്. മകൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് അത്. ആ കുടുംബത്തിന്റെ വൈകാരികതയിൽ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. അത് അവർ സ്വമേധയാ പറഞ്ഞതാണോ എന്ന് കരുതുന്നില്ല എന്നും മനാഫ് പറയുന്നു. എന്തായാലും ഈ അർജുനെ വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബവും മനാഫും ഈശ്വർ മാൽപ്പയും ഒക്കെ അടക്കം ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് എന്ന് നമ്മൾ നേരിട്ട് തന്നെ ആ ടെലിവിഷൻ സ്ക്രീനിൽ കണ്ട ആളുകൾ കൂടിയാണ്. പക്ഷെ അതിനുള്ളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഏതായാലും നിർഭാഗ്യകരമായ പ്രസ്താവനകളെന്നാണ് നമുക്ക് ഈ തരുണത്തിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. രണ്ടു കൂട്ടരും ചർച്ച നടത്തി ഒരു സമന്വയത്തിലെത്തി ഈ അർജുന്റെ വേർപാട് സൃഷ്ടിച്ച വേദന അതിന്റെ മുഴുവൻ നിന്ന് ഉണങ്ങി ആ കുടുംബം ഒരു പൊതുവഴിയിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടത്തട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും അതേ സമയത്ത് തന്നെ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ ലോറി ഓണർ മനാഫ്, ഈ ഒരു യൂട്യൂബ് ചാനൽ നേരത്തെ 17,000-ഓളം മാത്രമുണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നുവല്ലോ അർജുന്റെ കുടുംബം. തീർച്ചയായും ഈ അർജുന്റെ കുടുംബം ഉന്നയിച്ച വിമർശനങ്ങളിൽ ഒന്ന് യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നതിനായാണ് ഇത്തരത്തിൽ ഈ അർജുന്റെ വിവരങ്ങൾ വീണ്ടും 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 ആവർത്തിച്ചു പറയുന്നു. ഒപ്പം മറ്റ് യൂട്യൂബ് ചാനലുകൾക്ക് അഭിമുഖം നൽകി വീണ്ടും ഈ വിഷയം കത്തിച്ചു നിൽക്കാൻ നോക്കുന്നു. ഈ വൈകാരികമായ ചില വിഷയങ്ങൾ, ഈ അർജുന്റെ ബൈക്ക് ഇപ്പോൾ മനാഫിന്റെ വീട്ടിലാണെന്നടക്കമുള്ള ചില വിവരങ്ങൾ കൂടി നൽകുന്നു. ഒപ്പം ഈ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന വീഡിയോകൾ യൂട്യൂബ് ചാനലുകൾ ഇടുന്നു. അങ്ങനെ തുടങ്ങിയ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ വിവാദം വരുന്നതിന് തൊട്ട് തലേന്നാൾ 9,000 മാത്രമായിരുന്നു, 10,000 തികച്ചില്ലായിരുന്നു ഈ മനാഫിന്റെ യൂട്യൂബ് പേജിന്റെ സബ്സ്ക്രിപ്ഷൻ. എന്നാൽ ഇന്നിപ്പോൾ 2 ലക്ഷത്തിലേക്കും മറ്റുമൊക്കെ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ മണിക്കൂറും വെച്ചും ഈ സബ്സ്ക്രിപ്ഷൻ കൂടുന്ന ഒരു സാഹചര്യം. കാരണം ഒരു വലിയ ഹീറോ എന്ന പരിവേഷം തന്നെയാണ് ഈ ശിരൂർ ദൗത്യം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മിഷൻ അർജുന്റെ ദൗത്യം കഴിഞ്ഞപ്പോൾ മനാഫിനുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ മനാഫിനെ പിന്തുണച്ചുമൊക്കെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരത്തിലൊരു ആഹ്വാനം, ഈ പേജുകൾ കൂടുതൽ ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന ഒരു ആഹ്വാനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മനാഫ് പറയുന്നത് മനാഫിന് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ വഴി ആളെ കൂട്ടി പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം 6 ലോറിയുണ്ട്, മറ്റു വ്യാപാര സമുച്ചയങ്ങളുണ്ട്, ഒപ്പം മറ്റു വിപുലമായ ഓടി കാർ അടക്കം 2 വീട് വിട്ടിട്ട് കിടക്കുന്നത് നമ്മൾ രാവിലെ കണ്ടു. അങ്ങനെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിലുള്ള ഒരാളാണ്. അതുകൊണ്ട് യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കുന്ന ഒരു വരുമാനം ഉപയോഗിച്ചൊന്നും വേണ്ട തനിക്ക് ജീവിക്കാൻ. ശിരൂരിൽ മാത്രം താൻ എത്ര ലക്ഷം രൂപയാണ് ചെലവഴിച്ചതെന്ന കണക്കുകൾ നിങ്ങൾക്കറിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ പേജ് ഒരു പ്രൊഫഷണൽ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേജുമല്ല. കാരണം ആ ശിരൂരിൽ അപകട സമയത്ത് മാധ്യമങ്ങളൊക്കെ കൈയൊഴിഞ്ഞ സമയത്ത് തെരച്ചിലൊക്കെ അവസാനിപ്പിക്കുമ്പോഴും ആ വിഷയം
സജീവമാക്കി നിർത്താനായി താൻ ഉപയോഗിച്ച അനേക മാർഗങ്ങളിൽ ഒന്നായിരുന്നു ഈ യൂട്യൂബ് പേജ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇനി അർജുന്റെ കുടുംബത്തെക്കുറിച്ചോ അർജുനെ കുറിച്ചുള്ള വിശേഷങ്ങളൊന്നും ഇടില്ല എന്ന രീതിയിൽ തന്നെ രാവിലെ നമ്മോട് സംസാരിച്ചിരുന്നു. എന്തായാലും അക്കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തത ഇന്ന് വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് മനാഫ് പറയുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ആരോപണത്തിന് ശേഷം ഈ കാര്യത്തിൽ ഈ കൂടുതൽ ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്ന് മനാഫ് തന്നെ പറയുകയാണ്. വയനാട് ദുരന്തത്തിൽ പ്രത്യേക സഹായം കേന്ദ്രം നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. അർഹമായ സഹായം വേഗം കിട്ടണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 10 ലക്ഷം രൂപ ധനസഹായമായി സർക്കാർ നൽകും. ഒരു രക്ഷിതാവിനെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 5 ലക്ഷം രൂപ സഹായം നൽകും. മേപ്പാടിയിലും കൽപ്പറ്റയിലും മോഡൽ ടൗൺഷിപ്പുകൾ ഉണ്ടാകും. വയനാട് ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെയും പ്രതിശോധ വരനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകും. ഷിരൂർ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് ദുരന്തഘട്ടത്തിലും തുറന്നു സംസ്ഥാനത്തിന് സഹായം നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലും ആ വാഗ്ദാനം ലഭിച്ചിരുന്നു. പക്ഷേ പ്രത്യേക സഹായമൊന്നും ഇതേവരെ ലഭ്യമായിട്ടില്ല. ഈ കാര്യം മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്തു. അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ഒന്നുകൂടി ആവശ്യപ്പെടാനും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം ഗൗരവമായി കൊണ്ടുവരുന്നതിനും മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7070, പവന് 56,560. 18 ക്യാരറ്റ് ഗ്രാമിന് 5880, പവന് 47,040. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. മനു ഭരത് ചേരും.